നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നമ്മുടെ രക്ഷയുടെ ദൈവമായി വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവ് ഈ രാത്രിയിലും മഹത്വവും പുകഴ്ചയും സ്തോത്രവും സ്തുതി ബഹുമാനങ്ങളും എടുക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ തന്നെ താൻ അർപ്പിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹാഭിവാദനങ്ങളെ ഏവർക്കും ആദരവോടുകൂടെ അറിയിക്കുന്നു. ദൈവം ഇന്ന് രാത്രിയിലും നമ്മോട് ഇടപെടട്ടെ. നമ്മുടെ കൂടിവരവ് നമുക്ക് അനുഗ്രഹകരമായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ അല്പസമയം മാത്രമേ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാനായിട്ട് ലഭിച്ചുള്ളൂ. എങ്കിലും നിങ്ങൾ കൂട്ടായ്മ കാണിച്ചു ആയതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ഇന്ന് പ്രവേശിക്കാം. നാം ഇന്നലെ ചിന്തിക്കുവാൻ ആഗ്രഹിച്ചത് വിവിധ തരം ന്യായവിധികൾ എന്നതായിരുന്നു. നമുക്കറിയാം, വേദപുസ്തകം ന്യായവിധികളുടെ ഒരു ചരിത്ര പുസ്തകം കൂടെയാണ്. ന്യായവിധികളുടെ ഒരു ചരിത്ര പുസ്തകം കൂടെ. ധാരാളം ന്യായവിധികൾ ചെറുതും വലുതുമായിട്ടുള്ളത് നമുക്ക് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. വ്യക്തികളോടുള്ള ബന്ധത്തിൽ, കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ, കുലങ്ങളോട്, ഗോത്രങ്ങളോട്, മനുഷ്യവർഗത്തോട് പൊതുവായിട്ടുള്ള ബന്ധത്തിൽ, ദൂതന്മാരോടുള്ള ബന്ധത്തിൽ, പിന്നെ ആളത്വമില്ലാത്ത പക്ഷേ ആളത്വം എന്താണ് പറയുന്നത്, അപ്ലൈ ചെയ്യപ്പെടുന്ന പാപം, മരണം തുടങ്ങിയ യാഥാർത്ഥ്യങ്ങളോടുള്ള ബന്ധത്തിൽ ഒക്കെ നമുക്ക് വേദപുസ്തകത്തിന്റെ താളുകളിൽ ന്യായവിധിയെ കാണാനായിട്ട് കഴിയും. അങ്ങനെ ബൈബിൾ ന്യായവിധിയുടെ ചരിത്രം പറയുന്ന ഒരു പുസ്തകമാണ്. ന്യായവിധികളുടെ ചരിത്രം പറയുന്ന ഒരു പുസ്തകമാണ്. ബൈബിളിലെ ദൈവം നാം ഇന്നലെ കണ്ടതുപോലെ നീതിയുള്ള ന്യായാധിപതിയാണ്. സ്തോത്രം. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. സ്തോത്രം. അവന് മുഖപക്ഷമില്ല. മുഖപക്ഷമില്ലാത്ത ന്യായാധിപനാണ് ദൈവം. സ്തോത്രം. ദൈവത്തിന് നീതിയുടെ, വിശുദ്ധിയുടെ ഒക്കെ അടുത്തു വരുമ്പോൾ മുഖപക്ഷം കൂടാതെയും ദാക്ഷിണ്യം കൂടാതെയും വിധിക്കുന്നവനാണെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. റോമാലേഖനം 2-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. സ്തോത്രം. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. 2-ാം അധ്യായം മുഴുവൻ ന്യായവിധികളെ കുറിച്ചാണ് പറയുന്നത്. ധാരാളം ന്യായവിധികളെ കുറിച്ച് നാം അവിടെ കാണുന്നുണ്ട്. അത് പറഞ്ഞു വരുമ്പോഴാണ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. യഹൂദനെന്നോ യവനനെന്നോ ഒന്നും വ്യത്യാസം കൂടാതെ ദൈവം ന്യായം വിധിക്കുന്നവനാണ് എന്ന വസ്തുത നാം അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ പല ഭാഗങ്ങളുണ്ട്. പത്രോസ് തന്റെ ലേഖനത്തിൽ നമ്മോട് പറയുന്ന വളരെ പ്രസക്തമായ ഒരു ഭാഗമുണ്ട്. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. സ്തോത്രം. വേറെ ധാരാളം ഭാഗങ്ങളുണ്ട്, അവിടങ്ങളിലേക്ക് നാം പോകുന്നില്ല. മുഖപക്ഷം കൂടാതെ
ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ പരദേശ പ്രയാണം, അതാണ് നമ്മുടെ പ്രവാസകാലം, ഭയത്തോടുകൂടെ കഴിക്കണം. ഇപ്പം നമ്മൾ അറിയുന്നത് പോലെ നമ്മുടെ ഡോക്ടർ സാജുവും അതുപോലെ പലരും നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്, പ്രവാസികളാണ്. അവർ ഇന്ത്യയിൽ ജീവിച്ചതിനേക്കാൾ കൂടുതൽ കാലം ഒരു പക്ഷേ അവരുടെ പ്രവാസ ലോകത്ത് ജീവിച്ചു കാണും. പക്ഷെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അല്പം കൂടെ കഴിയുമ്പം അവർക്ക് ഇവിടേക്ക് തന്നെ തിരിച്ചു വരണം. ഇത്രയും വർഷമായിട്ട് അവർ താമസിക്കുന്നു, സ്വന്തമായിട്ട് വീടും വസ്തുവും ഒന്നുമില്ല, വണ്ടിയും കുറച്ച് ഫർണിച്ചേഴ്സും ഒക്കെ കാണും, പക്ഷേ വീടും വസ്തുവൊന്നുമില്ല. ഇപ്പോഴവിടെ കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ലീസിലാണ് കൊടുക്കാറുള്ളത്. ലീസില്ല, പാട്ടത്തിനെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രേ ഉള്ളൂ, ഉടമസ്ഥാവകാശത്തിലല്ല. അവരുടെ പേരാണ് പ്രവാസികൾ. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും അവർക്കൊരു ബോധ്യമുണ്ട്, അവരുടെ കയ്യിലെ പാസ്പോർട്ട് അവരുടെ ജന്മനാട്ടിലേതാണ്, അവരുടെ പാസ്പോർട്ട് അവരുടെ ജന്മദേശത്തേതാണ്. അതുകൊണ്ട് അവിടേക്ക് അവർക്ക് പോയേ പറ്റൂ. അതേസമയം നമ്മുടെ കൂട്ടത്തിൽ തന്നെ മറ്റു ചിലരുണ്ട്, അമേരിക്ക തുടങ്ങിയുള്ള രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കിയവർ. ചിലപ്പോൾ ഈ പ്രവാസികളെക്കാൾ കുറച്ചു കാലങ്ങളെ ആയിട്ടുള്ളൂ അവർ അമേരിക്ക പോലെയുള്ള ചില രാജ്യങ്ങളിൽ പോയിട്ട്. പക്ഷെ അവർ പ്രവാസികൾ എന്നൊരു ചിന്ത അവർക്കില്ല. അവർ അവിടുത്തുകാരാകുന്നു, അവരുടെ പാസ്പോർട്ട് മാറുന്നു, അവരുടെ സിറ്റിസൺഷിപ്പ്, പൗരത്വം മാറുന്നു. എന്നാൽ നമ്മൾ ഈ അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അല്ല അങ്ങനെയുള്ള ചില രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവരെ പോലെ നമ്മൾ കുടിയേറ്റക്കാരല്ല. നമ്മൾ ഈ ലോകത്തിൽ പ്രവാസികളാണ്, പരദേശികളാണ്. എബ്രായർ 11-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു ചിന്തയുണ്ടെങ്കിൽ പിതാക്കന്മാരെ പോലെ ഒരു പിതൃദേശം അന്വേഷിക്കുന്നവരായിട്ട് നമ്മൾ തീരും. ഒരു പിതൃദേശം. അപ്പം ഇവിടെ പത്രോസ് പറയുന്നത്, നിങ്ങളുടെ പ്രവാസകാലം നിങ്ങളിവിടെ സ്ഥിര താമസക്കാരല്ല, നിങ്ങൾക്ക് സ്വന്തമായ മറ്റൊരു രാജ്യമുണ്ട്, നിങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന യാത്രികർ മാത്രമാണ്. പക്ഷെ നമുക്ക് ഇവിടെ നമ്മൾ പ്രവാസികളാണെങ്കിലും നമുക്കൊരപ്പനുണ്ട്. ആ അപ്പനൊരു പ്രത്യേകതയുള്ളത് എന്താ? മുഖപക്ഷമില്ല. മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനാണ്. എങ്ങനെ ന്യായം വിധിക്കും? ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം. പ്രവർത്തിക്ക് തക്കവണ്ണം. സ്തോത്രം. നമ്മൾ പിന്നീട് എടുക്കുന്നുണ്ട് ന്യായവിധിയുടെ രീതികൾ എന്ന ഭാഗത്ത്, അന്നത് വിശദമാക്കാം. എന്ന് തൽക്കാലത്തേക്ക് നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ദൈവം ന്യായം വിധിക്കുന്നു. അതിൽ മുഖപക്ഷമില്ല. മുഖപക്ഷമില്ല. നമുക്ക് രണ്ടു തരം ഉണ്ട്. രണ്ടു തരം മുഖപക്ഷം. ഒന്ന്, നമ്മുടെ ആൾക്കാരോട്, നമുക്കുള്ളവരോടൊരു ചെറിയ, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സോഫ്റ്റ് കോർണർ, ഒരു ചെറിയ മനസ്സലിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റു ചിലർക്ക് വലിയവരോട്, അവർക്കെന്തെങ്കിലും പ്രയോജനം ചെയ്യുന്നവരോട് മുഖപക്ഷമുണ്ട്. വേറൊരു കൂട്ടം മുഖപക്ഷം ബൈബിൾ പറയുന്നത് ഈ അഗതികളോട് മുഖപക്ഷം കാണിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ആവർത്തിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒരുത്തൻ അഗതിയാണ്, ദരിദ്രനാണ്, ബലഹീനനാണെന്ന് കരുതി അവനോട് മുഖപക്ഷം കാണിക്കരുത്. എന്ന് വെച്ചാൽ അതിന് രണ്ടർത്ഥം ഉണ്ടല്ലോ. ചിലര് ഇവൻ
പാവ, ഇവനോട് എന്തും ചെയ്യാം, അതും പാടില്ല. അയ്യോ ഇവൻ പാവ, അതുകൊണ്ട് ഇവനോട് നമുക്കൊന്ന് കണ്ണടച്ചേക്കാം, അതും പാടില്ല. ആവർത്തിച്ച് കർത്താവ് പറഞ്ഞിട്ടുള്ളത് ന്യായം, നീതി, സത്യം. മുഖപക്ഷം അരുത്, ആരോടും അരുത്, ആരോടും അരുത്. അപ്പം മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ഒരു അപ്പൻ നമുക്കുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ ന്യായാധിപനായ ദൈവം മുഖപക്ഷം കൂടാതെയുള്ളവൻ, നീതിയുള്ളവൻ, ന്യായമുള്ളവൻ. അതുകൊണ്ട് നാം ഭയത്തോടെ വേണം നമ്മുടെ കാലം കഴിക്കുവാൻ, ഭയത്തോടെ വേണം. ഇത്രയും വ്യക്തമാണല്ലോ ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളും ഇതും ഇതുവരെ ഉള്ളതിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ലാത്ത പക്ഷം നമുക്ക് ഇന്നലെ പഠിച്ചതിൻ്റെ തുടർച്ചയിലേക്ക് വരാം. നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വിവിധ തരം ന്യായവിധികൾ എന്നുള്ളതായിരുന്നു. അതിൽ നാം പഠിച്ചു, അങ്ങ് സ്വർഗത്തിൽ നിന്ന് തുടങ്ങി ന്യായവിധി ആരംഭിച്ചിട്ടുണ്ട്. ദൂതന്മാരുടെ മേൽ, ലൂസിഫറിന്റെ മേൽ, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെ ഉൾപ്പെടെ ഉള്ളവരെ ദൈവം ന്യായം വിധിച്ച് ശിക്ഷിച്ചു. എന്നാൽ അവരുടെ അന്തിമ ന്യായവിധി ഇതുവരെയും ആരുടെയും കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രം. എന്നാൽ അതിനിടയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പാപം ചെയ്ത ആദാം ഹവ്വമാരെ വിധിച്ചതും കയ്യീനെ വിധിച്ചതും, പിന്നെ നോഹയുടെ കാലത്തെ പാപികളെ ന്യായം വിധിച്ചതും, അങ്ങനെ ഇങ്ങോട്ട് പല രാജ്യങ്ങളെ ന്യായം വിധിച്ചതുമൊക്കെ, ഇസ്രായേലിനെയും പല ആവർത്തി ദൈവം ന്യായം വിധിച്ചു. എന്നാൽ അതൊന്നും അന്തിമമായിരുന്നില്ല. അങ്ങനെയുള്ള വിധികളല്ല നമ്മളിവിടെ എടുക്കുന്നത്. അന്തിമ ന്യായവിധി, അന്തിമ ന്യായവിധി എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റൊരു സാധ്യതയും ഇല്ല. അതിനപ്പുറത്തേക്ക് വേറെ യാതൊരു വിധത്തിലുമുള്ള കവാടങ്ങൾ തുറക്കപ്പെടുന്നില്ല. അത് അന്തിമമായി അവർ ചെയ്ത അവരുടെ സമ്പൂർണ്ണ ആളത്വത്തെ വിധിച്ച് ദൈവത്തിൻ്റെ നീതിയുള്ള വിധി ചട്ടം നിയമം അനുസരിച്ച് എന്താണോ അവർക്ക് അർഹം അത് ദൈവം നൽകുന്ന ഒരു അന്തിമ പ്രക്രിയയാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ന്യായവിധി എന്നുള്ളത്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട 7 ന്യായവിധികളെയാണ് പൊതുവെ വേദപുസ്തക പഠിതാക്കൾ എടുത്തു പറയാറുള്ളത്. അല്പസ്വല്പം അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിൽ ചിലർക്കൊക്കെ ഉണ്ടായേക്കാമെങ്കിലും ഏറ്റവും പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വേദപഠിതാക്കൾ എല്ലാവരും തന്നെ യോജിക്കുന്ന ഒരു ആശയമാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. 7 പ്രധാനപ്പെട്ട ന്യായവിധികൾ. അതിൽ 2 നാം ഇന്നലെ കണ്ടു. അതിൽ ആദ്യത്തേത് പാപത്തിൻ്റെ ന്യായവിധിയാണ്, ജഡ്ജ്മെന്റ് ഓഫ് സിൻ. അത് ക്രൂശിലാണ് നിവർത്തിക്കപ്പെട്ടത്, യേശുക്രിസ്തുവിൻ്റെ ജഡത്തിൽ. എങ്ങനെയെന്ന് നമ്മൾ കണ്ടു. യഹോവയായ ദൈവം സകല മനുഷ്യരുടെയും പാപം യേശുവിൻ്റെ മേൽ ചുമത്തി. യേശുവിനെ നമുക്ക് വേണ്ടി പാപമാക്കി. അങ്ങനെ മനുഷ്യനെ പോലെ ഒരു ആളത്വമില്ലാത്ത, മനുഷ്യനെ പോലെ ഒരു വ്യക്തിത്വമില്ലാത്ത പാപത്തെ ദൈവം വിധിക്കുന്നതിന് ദൈവത്തിൻ്റെ പുത്രന്റെ മേൽ ആ പാപമെല്ലാം ചുമത്തി അവനെ പാപമാക്കി അവൻ്റെ ജഡത്തിൽ, ശരീരത്തിൽ പാപത്തിന് ശിക്ഷ വിധിച്ചു എന്നാണ് നാം കണ്ടത്. അതുകൊണ്ട് പാപത്തിൻ്റെ ന്യായവിധി കഴിഞ്ഞു. പാപത്തിൻ്റെ ന്യായവിധി കഴിഞ്ഞു. ഇനി
പാപത്തിന് ഒരു ന്യായവിധി ഇല്ല. അതെല്ലാം യേശു ഏറ്റെടുത്തു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനു മുൻപും ചിന്തിച്ചിട്ടുള്ളത്, ആരും ഇനി അവരവർ ചെയ്ത എന്തെങ്കിലും പാപപ്രവർത്തികൾ നിമിത്തം ശിക്ഷ ഏൽക്കേണ്ടി വരികയില്ല. എന്ന് വെച്ചാൽ ഇനിയിപ്പോ എന്ത് ചെയ്താലും കുഴപ്പമില്ലെന്ന് ആരും ചിന്തിക്കരുത്. സ്തോത്രം. അതല്ല ഇതിന്റെ അർത്ഥം. ഇനിയും ഒരു മനുഷ്യൻ ന്യായം വിധിക്കപ്പെടുന്നെങ്കിൽ, ശിക്ഷ വിധിക്കപ്പെടുന്നെങ്കിൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? അല്ലെങ്കിൽ ഇന്ന് യേശുക്രിസ്തു ക്രൂശിൽ പാപത്തിന്റെ ശിക്ഷയായി മരിച്ചതിന് ശേഷം, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പാപം എന്താണ്? അവിശ്വാസം. ക്രിസ്തുവിലുള്ള അവിശ്വാസം. ക്രിസ്തുവിനെ വിശ്വസിക്കാത്തതാണ്, അവിശ്വാസമാണ്. ക്രിസ്തുവിനെ ഏറ്റുകൊള്ളാത്തതാണ്. ഈ പറഞ്ഞതിന്റെ സാരം, ബാക്കിയുള്ള മ്ലേച്ഛതകളും പാപങ്ങളും ചെയ്യുന്നത് പാപമല്ലെന്നല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. അതെല്ലാം രണ്ടാം തരം പാപങ്ങളിലേക്ക്, ഈ പാപത്തിന്റെ പുറകിലേക്ക് മാത്രം മാറ്റി നിർത്തപ്പെടുന്ന പാപങ്ങളാണ്. ഇന്ന് ഒരു മനുഷ്യൻ ശിക്ഷിക്കപ്പെടുന്നെങ്കിൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ദൈവം മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി സൗജന്യമായി, ദാനമായി, കരുണയോടെ, സ്നേഹ ആധിക്യത്തോടെ നൽകിയ ദൈവപുത്രനെ നിരസിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. നമ്മളെ കാര്യങ്ങൾ ഇതിനു മുമ്പും യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പം യേശുക്രിസ്തു തന്നെ ആ കാര്യം പറഞ്ഞു. ദൈവം ഇന്ന് ഒരുവനെ ശിക്ഷിക്കുന്നത് അവൻ ചെയ്ത ഏതെങ്കിലും പാപപ്രവൃത്തികൾ നിമിത്തമല്ല. പകരം അങ്ങനെ നമ്മൾ പറയുന്ന, നമ്മൾ ചിന്തിക്കുന്ന തരത്തിലെ ഒരു പാപവും ചെയ്യാത്ത ഒരാളും നരക ശിക്ഷ പ്രാപിക്കുവാൻ സാധ്യതയുണ്ട്. സ്തോത്രം. എങ്ങനെ? യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ല, കർത്താവായിട്ട് അംഗീകരിച്ചില്ല എങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ സകലരോടും സുവിശേഷം പറയുന്നത്. സമൂഹത്തിലെ എണ്ണപ്പെട്ട, നൊട്ടോറിയസ് ആയിട്ടുള്ള, വളരെ ഹീനമായ ജീവിതം നയിക്കുന്ന പാപികളോട് മാത്രമല്ല സുവിശേഷം പറയുന്നത്. നമ്മളൊക്കെ സുവിശേഷം പറയുമ്പം പലരും പറയാറുണ്ടല്ലോ, നിങ്ങൾ പോയി വല്ല പാപികളോടും പറയാൻ. അപ്പൊ അവർ ചിന്തിക്കുന്നത് അവർ പാപികളല്ലെന്ന്. നമ്മുടെ നാട്ടിലെ നാമധേയ ക്രിസ്ത്യാനികൾ പറയാറുണ്ട്, നിങ്ങൾ പോയി വല്ല ഹിന്ദുവിനോടും മുസ്ലിമിനോടും സുവിശേഷം പറയാൻ. ഞങ്ങൾ ക്രിസ്ത്യാനികളാ. ഈ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ, ക്രിസ്തീയ പേരുള്ളത് കൊണ്ടോ, ഇങ്ങേയറ്റം പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ, പാസ്റ്ററുടെ മക്കളായിട്ട് ജനിച്ചത് കൊണ്ടോ ഒന്നും ആരും സ്വർഗത്തിൽ പോകത്തില്ല. യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി അംഗീകരിച്ച് ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ടേ പറ്റൂ. അതുകൊണ്ടാണ് വളരെ മര്യാദയ്ക്ക് ജീവിക്കുന്ന, വളരെ മാന്യന്മാരായിട്ട് ജീവിക്കുന്ന, വളരെ സാൻമാർഗികമായിട്ട് ജീവിക്കുന്ന വ്യക്തികളോടും നിങ്ങൾക്ക് യേശുവിൻ്റെ ആവശ്യമുണ്ടെന്ന് നമ്മൾ പറയുന്നത്. സ്തോത്രം. രണ്ടാമത്തെ ന്യായവിധിയെക്കുറിച്ച് നമ്മൾ കണ്ടു. സ്വയ ന്യായവിധി, തങ്ങളെ തന്നെ വിധിക്കുന്ന ന്യായവിധി. സ്തോത്രം. തങ്ങളെ തന്നെ വിധിക്കുക. തിരുവത്താഴ വേളകളിലാണ് നമ്മളത് കൂടുതലും കേൾക്കാറുള്ളത്. പക്ഷെ അങ്ങനെ അങ്ങ് പറഞ്ഞു വിടാറേ ഉള്ളൂ.
അതെന്താണെന്ന് പല സമയത്തും വിശദമാക്കാറുമില്ല. ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ കണ്ടുണരുക, സ്വയം വിലയിരുത്തുന്ന, സ്വയം ന്യായം വിധിക്കുന്ന ഒരു പ്രക്രിയ, ഒരു പ്രകൃതം, ഒരു സ്വഭാവം നമുക്ക് വേണം. മറ്റൊരാളിനെ വിധിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മളെ വിധിക്കണം, അവരവരെ തന്നെ. അതായത് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ എങ്ങനെ ഇരിക്കുന്നു. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളാണോ കൂടുതൽ അറിയാവുന്നത്, അതോ മറ്റുള്ളവരുടെ ജീവിതത്തിലെ തെറ്റുകളാണോ? ഉത്തരം പറയണ്ട, മനസ്സിൽ ചിന്തിച്ചാൽ മതി. നമുക്ക് നമ്മുടെ തെറ്റുകളാണോ? 2-3 ചോദ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാം. ഒന്നാമത്തെ ഇതാണ്, നമുക്ക് നമ്മുടെ തെറ്റുകളെ കുറിച്ചാണോ കൂടുതൽ ബോധ്യം, അതോ മറ്റുള്ളവരുടെ തെറ്റുകളാണോ നമ്മുടെ മുമ്പിൽ നിഴലിച്ചു നിൽക്കുന്നത്? 2, നമുക്ക് നമ്മുടെ സ്വഭാവങ്ങളോട് ചിലതിനോടൊക്കെ ആണോ വെറുപ്പ്, അതോ മറ്റുള്ളവരിലെ ചില സ്വഭാവങ്ങളോടാണോ വെറുപ്പ്? 3, നമ്മുടെ തെറ്റുകൾ നമുക്കാണോ കൂടുതൽ അറിയാവുന്നത്, അതോ മറ്റുള്ളവർക്കാണോ കൂടുതൽ അറിയാവുന്നത്? ഈ 2-3 കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. വിശദമാക്കുന്നൊന്നുമില്ല, ചോദ്യങ്ങളായിട്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിലെ നെഗറ്റീവ്സ്, എൻ്റെ ജീവിതത്തിലെ പോരായ്മകൾ എന്നും പറഞ്ഞൊരു ശീർഷകം, ഹെഡിങ് കൊടുത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതും. അതായിരിക്കുമോ കൂടുതൽ, അതോ നിങ്ങളിൽ ഒരാൾ, എന്നെ വീക്ഷിക്കുന്ന, എന്നെ കാണുന്ന നിങ്ങളിൽ ഒരാൾ, എൻ്റെ അയൽക്കാരനാകാം, ചിലപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ ദൈവമക്കളാകാം, ഇങ്ങേറ്റം എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ മാതാപിതാക്കളുമാകാം, എന്നെ അടുത്തറിയാവുന്നവർ, എന്നോട് അടുത്ത് ഇടപഴകുന്നവർ. എൻ്റെ ജീവിതത്തിലെ പോരായ്മകളുടെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ ഞാൻ എഴുതുന്ന പട്ടികയായിരിക്കുമോ വലുത്, അതോ എന്നെ അറിയുന്ന മറ്റുള്ളവർ എഴുതുന്ന പട്ടികയായിരിക്കുമോ വലുത്? സ്വയം ഒന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ അറിയാവുന്ന എല്ലാ വികൃതങ്ങളും വൈകൃതങ്ങളും ഒന്ന് എഴുതി വയ്ക്കുന്നത് നല്ലതാണ്. ആരെയും കാണിക്കണമെന്നില്ല, അതൊക്കെ വേണമെങ്കിൽ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് സൂക്ഷിച്ചു, കുഴപ്പമില്ല. കുഴപ്പമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അതൊന്നെടുത്ത് അവലോകനം ചെയ്യണം. അതിൽ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, മാറ്റാനുണ്ടെങ്കിൽ മാറ്റിക്കോണം, വേറെ എന്തെങ്കിലും പുതുതായിട്ട് ചേർക്കാനുണ്ടെങ്കിൽ ചേർത്തോണം. പഴയ ലിസ്റ്റ് കളയണ്ട, ഒരു പുതിയ ലിസ്റ്റിംഗ് ഉണ്ടാക്കിയാൽ മതി. അപ്പോഴേ നമുക്ക് ഒന്ന് വിലയിരുത്താൻ പറ്റത്തുള്ളൂ. അല്ലെ പഴയതങ്ങ് ഡിലീറ്റ് ചെയ്താൽ പിന്നെ നമ്മൾ മറന്നു പോകുമല്ലോ. അത് വേണ്ട, പഴയത് അവിടെ ഇരിക്കട്ടെ, ഒരു പുതിയ ലിസ്റ്റ് അതിനോടനുബന്ധിച്ചുണ്ടാക്കുക. ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. ഇതിന്റെ പേരാണെന്ത്? സ്വയം ശോധന ചെയ്യുക, തങ്ങളെ തന്നെ വിധിക്കുക. സ്തോത്രം. വിധിക്കുക. ദൈവത്തിന് നമ്മെ കുറ്റം വിധിക്കാൻ, ദൈവം നമ്മളെ വിളിച്ച് ഇതുപോലെയൊക്കെ നിന്റെ പ്രശ്നമുണ്ടെന്ന് പറയേണ്ടതായ ഒരു സ്ഥിതി വരാതെ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളെ കണ്ടുണർന്ന് തിരുസന്നിധിയിലേക്ക് അങ്ങോട്ട് ചെല്ലാൻ, കർത്താവേ, ഞാൻ ഇന്ന വിഷയങ്ങളിൽ ഇതുവരെ ശരിയായിട്ടില്ല, എനിക്ക് ഇന്ന വിഷയങ്ങളിൽ മാറ്റം വേണം. അങ്ങനെ നമ്മളെ തന്നെ പരിശോധിക്കുന്ന, ദൈവത്തോട് ഏറ്റുപറയുന്ന,
നമ്മുടെ സ്വന്തം അവസ്ഥകളെ അവരവർ തന്നെ മനസ്സിലാക്കുന്ന, അത് മാറ്റാൻ വേണ്ടി ആവോളം പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പരിശ്രമിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ജഡ്ജിങ് വൺസെൽഫ്. അവരവരെ തന്നെ വിധിക്കുക. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ വിധി നമ്മൾ തന്നെ നടത്തുകയാണെങ്കിൽ ദൈവത്തിന് നമ്മെ ന്യായം വിധിക്കേണ്ടതായിട്ട് വരില്ല. അങ്ങേയറ്റം പോയാൽ കർത്താവ് നമുക്ക് എന്ത് മാത്രമേ തരത്തുള്ളൂ? ബാലശിക്ഷ മാത്രമേ തരൂ. ചാസ്റ്റൈസ്മെന്റ്സ്, ശാസന ചെയ്യും. നമ്മൾ നമ്മളെ തന്നെ വിധിച്ചാൽ ഒരുപക്ഷെ ദൈവം നമ്മെ വെറുതെ വിട്ടേക്കാം. 2 ശിക്ഷിച്ചാൽ തന്നെ ബാലശിക്ഷകൾ തന്നേക്കാം. പക്ഷേ ഗ്യാരണ്ടി, ഏതിൽ നിന്ന് നമുക്ക് ഒഴിവ് ലഭിക്കും? ശിക്ഷാവിധി. ലോകത്തോടുകൂടെയുള്ള ശിക്ഷാവിധിയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കും. അതാണല്ലോ നമ്മൾ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ 31 തൊട്ടുള്ള വാക്യങ്ങളിൽ നിന്നും വായിക്കുന്നത്. ദൈവം നമ്മെ വിധിക്കുന്നുവെങ്കിലോ അവൻ നമ്മെ ലോകത്തോടുകൂടെ, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. സ്തോത്രം. ബാലശിക്ഷ കഴിക്കുകയാവും. എന്തിനു വേണ്ടി? ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന്. സ്തോത്രം. മറ്റൊരിടത്ത് പറയുന്നു, എബ്രായർ 12:10 പറയുന്നു, നാം ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി നമ്മെ ശിക്ഷിക്കുന്നു. അതെ, സ്തോത്രം. അപ്പൊ ഇതാണ് സ്വയം ശിക്ഷ വിധിക്കുക. മൂന്നാമത്തേതിലേക്ക് നമ്മൾ വരുന്നു. മൂന്നാമത്തേത് അതാണ് വിശുദ്ധന്മാരുടെ ന്യായവിധി. സ്തോത്രം. ജഡ്ജ്മെന്റ് ഓഫ് ദ സെയിൻസ്. വിശുദ്ധന്മാരുടെ ന്യായവിധി. അതിന് മറ്റൊരു പേരുണ്ട്, ജഡ്ജ്മെന്റ് ഓഫ് അവർ വർക്ക്സ്. നമ്മുടെ പ്രവർത്തികളുടെ ന്യായവിധി. നമ്മുടെ പ്രവർത്തികളുടെ ന്യായവിധി. ജഡ്ജ്മെന്റ് ഓഫ് ദ വർക്ക്സ്. അപ്പോൾ വിശുദ്ധന്മാരുടെ ന്യായവിധി അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തികളുടെ ന്യായവിധി എന്ന് അതിന് പേരുണ്ട്. അതാണ് നാം കാണുന്നത് 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 5:10. റോമാലേഖനം 14-ാമത്തെ അധ്യായം 10 മുതൽ 12 വരെ. റോമർ 14:10 തൊട്ട് 12 വരെ. റോമൻസ് 14 verses 10 to 12. Galatians chapter 6 verses 7 and 8. ഗലാത്യലേഖനം 6-ാം അധ്യായം 7-8 വാക്യങ്ങൾ. എഫേസ്യർ 6:8. എഫേഷ്യൻസ് 6 verse 8. Colossians 3:24 and 25. കൊലോസ്യർ 3:24-25. 1 Corinthians 3:10 to 10. 10 to 15. 1 കൊരിന്ത്യർ 3:10 തൊട്ട് 15 വരെ. ഇതെല്ലാം നമ്മുടെ പ്രവർത്തികളുടെ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ ന്യായവിധിയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതിന്റെ വിശദീകരണം നമുക്ക് പിന്നീട് ആകാം.
നമ്മൾ ഇതിനോടകം പഠിച്ചിട്ടുണ്ട്. There is no condemnation for the saints, but judgment is not cancelled. ന്യായവിധി റദ്ദാക്കപ്പെട്ടിട്ടില്ല വിശുദ്ധന്മാർക്ക്, പക്ഷേ ശിക്ഷാവിധിയില്ല. വിശുദ്ധന്മാർക്ക് എന്തില്ല? ശിക്ഷാവിധിയില്ല, കണ്ടംനേഷൻ ഇല്ല, പക്ഷേ ന്യായവിധി ഉണ്ട്. വിശദീകരണം പിന്നാലെ. നാലാമത്തെ കാര്യം the judgment of the throne of glory. The judgment of the throne of glory. തേജസ്സിന്റെ സിംഹാസന ന്യായവിധി. തേജസ്സിന്റെ സിംഹാസന ന്യായവിധി. അതുമല്ലെങ്കിൽ നമുക്കതിനെ വിളിക്കാവുന്ന മറ്റൊരു പേരാണ് ജഡ്ജ്മെന്റ് ഓഫ് ദ ലിവിങ് ജെന്റൈൽസ്. ജീവിച്ചിരിക്കുന്ന ജാതികളുടെ ന്യായവിധി. ജീവിച്ചിരിക്കുന്ന ജാതികളുടെ ന്യായവിധി. ജഡ്ജ്മെന്റ് ഓഫ് ദ ലിവിങ് ജെന്റൈൽസ്. മത്തായി 25:31 മുതൽ 46 വരെ. മാത്യു 25:31-46. യേശുക്രിസ്തു തേജസ്സിന്റെ സിംഹാസനം വച്ച് ന്യായം വിധിക്കുന്ന കാര്യം അവിടെ പറയും. അതുകൊണ്ടാണ് അതിനെ തേജസ്സിന്റെ സിംഹാസന ന്യായവിധി എന്ന് വിളിക്കുന്നത്. ജോയൽ 3:1-4 വരെ. യോവേൽ 3:1-4 and also 11 and 12. 11-12 വാക്യങ്ങളും. 11 and 12. ഇവിടെയെല്ലാം നാം കാണുന്നത് ഈ ജീവിച്ചിരിക്കുന്ന ജാതികളെ വിധിക്കുന്ന വിധിയാണ്. അടുത്തതാണ് ജഡ്ജ്മെന്റ് ഓഫ് ദ നേഷൻ ഇസ്രായേൽ. ദ ജഡ്ജ്മെന്റ് ഓഫ് ദ നേഷൻ ഇസ്രായേൽ. ഇസ്രായേൽ ജാതിയുടെ ന്യായവിധി. ഇസ്രായേൽ ജനത്തിന്റെ. It's not an individual judgment of Israelite citizens, but as a nation, as a whole. It's a corporate judgment. ഇത് ഇസ്രായേലിയ പൗരന്മാരെ വ്യക്തിപരമായിട്ട് അവരുടെ ജീവിതത്തെ ന്യായം വിധിക്കുന്ന വിധിയല്ല. അങ്ങനെയുള്ളതല്ലത്. ഇത് ഇസ്രായേലിനെ പൊതുവായി ഒരു രാഷ്ട്രമായി, ഒരു ദേശമായി, ഒരു സമൂഹമായി കണ്ടുകൊണ്ട് ഇസ്രായേലിനെ പൊതുവെ വിധിക്കുന്ന വിധിയാണ്. അതാണ് നാം കാണുന്നത് വെളിപ്പാട് പുസ്തകം 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ. എല്ലാ അധ്യായങ്ങളും ഇല്ല, എന്നാൽ പൊതുവെ വെളിപ്പാട് 6 തൊട്ട് 18 വരെയുള്ള അധ്യായങ്ങൾ. അതിലും പ്രത്യേകിച്ച് നാം കാണുന്നുണ്ട് 12-ാമത്തെ അധ്യായത്തിൽ. വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം ഇതേക്കുറിച്ച് മാത്രം പറയുന്ന അധ്യായമാണ്. അതുകൂടാതെ യെഹെസ്കേൽ 20-ാം അധ്യായം 35-36 വാക്യങ്ങൾ. വേറെ ഒത്തിരി വാക്യങ്ങളുണ്ട്. എസെക്കിയേൽ chapter 20 verses 35 and 36.
സെഖരായ ചാപ്റ്റർ 13 വേഴ്സസ് 8 and 9. സെഖരിയാവ് 13:8-9 വാക്യങ്ങൾ. ഇങ്ങനെ പല ഭാഗങ്ങളുണ്ട്. ദൈവം ഇസ്രായേലിനെ ന്യായം വിധിക്കും. അടുത്തതാണ് ജഡ്ജ്മെന്റ് ഓഫ് ദ ഫോളൻ ഏഞ്ചൽസ്, വീണുപോയ ദൂതന്മാരുടെ ന്യായവിധി. വീണുപോയ ദൂതന്മാരുടെ ന്യായവിധി. യൂദ 6-ാമത്തെ വാക്യം. യൂദ 6-ാം വാക്യം. 2 പത്രോസ് 2:4, 2 Peter 2:4. 1 Corinthians 6:3, 1 കൊരിന്ത്യർ 6:3. ഇതിനകത്ത് നമുക്ക് സാത്താൻ ഉൾപ്പെടെയുള്ള എല്ലാ വീണുപോയ ദൂതന്മാരുടെയും ന്യായവിധിയെ ഉൾക്കൊള്ളിക്കാം. സാത്താൻ ഉൾപ്പെടെ ഉള്ളവരെ നമുക്ക് ഈ കൂട്ടത്തിൽ പെടുത്താം. അവസാനമായി 7-ാമത്തേത് ജഡ്ജ്മെന്റ് ഓഫ് ദ ഡെഡ്, മരിച്ചവരുടെ ന്യായവിധി. മരിച്ചവരുടെ ന്യായവിധി അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ഓഫ് ദ വിക്കറ്റ്, ദുഷ്ടന്മാരുടെ ന്യായവിധി. അങ്ങനെയുള്ള പല പേരുകൾ അതിനുണ്ട്. ഇവിടെ മരിച്ചവരുടെ ന്യായവിധി എന്ന് പറയുവാനുള്ള കാരണം, ഈ ന്യായവിധിയിൽ ഉൾപ്പെടുന്ന എല്ലാവരും തന്നെ മരിച്ചവരാണ്. ജീവനോടുള്ളവർ ഒറ്റ പുള്ളി പോലും, ജീവിച്ചിരിക്കുന്നവർ ഒറ്റ ഒരാൾ പോലും ഈ വിധിയിൽ കാണത്തില്ല. എന്ന് പറഞ്ഞാൽ ന്യായം വിധിക്കപ്പെടാൻ കേട്ടോ, അല്ലാതെ ജീവനുള്ളവരെ കാണത്തില്ലെന്നല്ല. അതായത് ഈ ന്യായവിധിയിൽ ഉൾപ്പെടുന്ന ആരുടെയെല്ലാം ന്യായവിധി നടക്കുമോ അവരെല്ലാവരും തന്നെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു വരുന്നവരാണ്. അതുകൊണ്ടാണ് ഇതിനെ മരിച്ചവരുടെ ന്യായവിധി എന്ന് വിളിക്കുന്നത്. ഇപ്പം ഇസ്രായേൽ മക്കളുടെ ന്യായവിധി ജീവിച്ചിരിക്കുന്നവർ മാത്രമേ ഉള്ളൂ. ജാതികളുടെ ന്യായവിധിയിലും അന്ന് ജീവിച്ചിരിക്കുന്ന ജാതികൾ മാത്രമേ ഉള്ളൂ. വിശുദ്ധന്മാരുടെ ന്യായവിധിക്കകത്ത് മരിക്കാതെ ജീവനോട് തന്നെ ഇരുന്ന് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നവരുണ്ട്, മരിച്ചവർ മാത്രമല്ല. അതേസമയം ഈ വിധിക്കകത്ത് മരിച്ച് മൺമറഞ്ഞു പോയി എന്നിട്ട് അവിടെ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് ന്യായവിധി നടത്തുന്ന ന്യായാധിപന്റെ മുമ്പിൽ നിർത്തുകയാണ്. അതുകൊണ്ട് അതിനെ മരിച്ചവരുടെ ന്യായവിധി എന്ന് പൊതുവെ വിളിക്കാം. അതാണ് നാം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെ കാണുന്നത്. വെളിപ്പാട് റെവലേഷൻ 20:11-15, 11 തൊട്ട് 15 വരെ. 21:8, 21:8 റെവലേഷൻ, വെളിപ്പാട് 21:8. എബ്രായർ 9:27, എബ്രായർ 9:27 നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടു. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കയാൽ എന്ന് പറഞ്ഞു. ആക്ട്സ് 17:31, അപ്പോസ്തല പ്രവർത്തികൾ 17:31 വാക്യം. ഇങ്ങനെ
ഉള്ള ഈ 7 വിധികളാണ് ഭാവിയിൽ നടക്കുവാനിരിക്കുന്ന വിധികൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ന്യായവിധികൾ. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഇതിലെ ഒടുവിലുള്ള 5 ന്യായവിധികളാണ് ഭാവിപരമായിട്ടുള്ളത്. നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ഒരെണ്ണം ചരിത്രമാണ്. പാപത്തിന്റെ വിധി കഴിഞ്ഞു. 2 സ്വയം വിധിക്കുന്നത് നടന്നുകൊണ്ടിരിക്കേണ്ടതാണ്. ഇപ്പോൾ വർത്തമാനകാലപരമാണ്. അതേസമയം ബാക്കിയുള്ള 5 അത് ഭാവിപരമാണ്. അതില് നമ്മൾ പഠിച്ചു വരുമ്പം ജാതികളുടെ ന്യായവിധിക്ക് മുമ്പായിട്ടായിരിക്കും ഇസ്രായേലിന്റെ വിധിയെക്കുറിച്ച് ചിന്തിക്കുക. കാരണം അതാണ് ആദ്യം നടക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ആ ഒരു ഓർഡർ ഒന്ന് തിരിയുപോയി. ആദ്യം നടക്കുന്നത് ഇസ്രായേലിന്റെ വിധി, അതിനുശേഷമാണ് ജീവിച്ചിരിക്കുന്ന ജാതികളുടെ വിധി. അത് രണ്ടുമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും സീക്വൻസ് തെറ്റിപ്പോയത്. അത് നമ്മൾ തുടർന്ന് പഠിക്കുന്ന സമയത്ത് ആ ക്രമത്തിലായിരിക്കും എടുക്കുക. എങ്കിൽ നമുക്ക് ഒന്നാമത്തേതിലേക്ക് പോകാം. ഇത്രയും വിഷയങ്ങളിൽ സംശയങ്ങൾ ഇല്ല എങ്കിൽ ആദ്യത്തേത് വിശുദ്ധന്മാരുടെ ന്യായവിധി. ഈ വിശുദ്ധന്മാരുടെ ന്യായവിധിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട്, അതിൻ്റെ അകത്ത് തന്നെയാകാം, കുഴപ്പമില്ല, ന്യായവിധിയുടെ പൊതുവായ സ്വഭാവത്തെയും കൂടെ എന്ന് പറയാം. അത് എല്ലാ വിധികൾക്കും ഒരുപോലെ തന്നെയാണ്. ന്യായവിധിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന്, അതാണ് സ്വഭാവം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ദ നേച്ചർ ഓഫ് ജഡ്ജ്മെന്റ് ഓർ ഹൗ ദിസ് ജഡ്ജ്മെന്റ് will take place, the procedure, ഈ ന്യായവിധിയുടെ രീതി. എല്ലാ ന്യായവിധികളിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു പൊതു തത്വമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത് രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലാണ്. രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തൽ, അൺവെയിലിംഗ് ഓഫ് ദ ഹിഡൻ തിങ്സ്, ദ സീക്രട്ട് തിങ്സ്. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുക. കാരണം ഈ ന്യായവിധിക്ക് വേണ്ടി വരുന്ന കക്ഷികൾ കുറ്റവാളികളെന്നോ ന്യായം വിധിക്കപ്പെടേണ്ടവരെന്നോ ഒക്കെ പറയാം. അവരുടെ എല്ലാം ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന പലതുമുണ്ട്. നമുക്കെല്ലാവർക്കും ഉണ്ട് സീക്രട്സ്. അതിൽ ചിലത് വെളിപ്പെട്ടാലും വലിയ കുഴപ്പമില്ലാത്ത, എന്നാൽ മറ്റു ചിലത് അങ്ങനെയല്ല. ന്യായവിധിയിൽ ഇതെല്ലാം എക്സ്പോസ്ഡ് ആകും, തുറന്ന് കാണിക്കും. നല്ലതായാലും തീയതായാലും. നമ്മുടെ എല്ലാ ജീവിതത്തിൽ തിന്മ മാത്രമല്ല രഹസ്യമായിട്ടുള്ളത്, ഒത്തിരി നന്മകളുമുണ്ട് മനുഷ്യരുടെ ജീവിതത്തിൽ
രഹസ്യമായിട്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ ചിലരുടെ സ്വഭാവമായിരിക്കാം. ചില രഹസ്യങ്ങൾ, ഈ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് അത് പ്രവർത്തികൾ മാത്രമാണെന്ന് കരുതരുത്. പ്രവർത്തികളും ഉണ്ട് അതിനകത്ത്. പ്രവർത്തികൾ മാത്രമാകണമെന്ന് ആരും കരുതരുത്. അത് സ്വഭാവവുമാകാം, ചിന്തകളാകാം, അഭിപ്രായങ്ങളാകാം, ആലോചനകളാകാം. അതെല്ലാം നമ്മൾ വേറെ വേറെ എടുത്ത് നോക്കുന്നുണ്ട്. വിശദമായിട്ടല്ല, പറഞ്ഞു വിടത്തേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അല്പം വെള്ളം സേവിക്കുന്നതിൽ ക്ഷമിച്ചാലും. കാണുന്നവർക്ക് ഒരു അസ്വസ്ഥതയാണെന്ന് അറിയാം. എന്നാലും തൊണ്ടയുടെ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് ഇടയ്ക്ക് കുടിക്കുക. അപ്പോൾ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുക. പറഞ്ഞല്ലോ, പ്രവൃത്തികളുണ്ട്, പറഞ്ഞ കാര്യങ്ങളുണ്ട്, സ്വഭാവങ്ങളുണ്ട്, പിന്നെ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ച കാര്യങ്ങളുണ്ട്, നന്മയുണ്ട്, തിന്മയുണ്ട്, എല്ലാം ഉണ്ട്. അവയെ ദൈവം വെളിപ്പെടുത്തും. രണ്ടാമത്തേത്, ഈ ഒന്നാമത്തേതിൻ്റെ തെളിവാണ് നമ്മൾ പല സമയങ്ങളിലും വായിക്കാറുള്ളത്. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ. 4-ാം വാക്യം ഇതിനോടനുബന്ധിച്ച് ഒന്ന് വായിച്ചോളൂ. 4-ഉം 5-ഉം. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് ഒരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ച ഉണ്ടാകും. നമുക്ക് വേണ്ടത് ഒടുവിൽ പറഞ്ഞത് കേട്ടല്ലോ. ന്യായം വിധിക്കുന്ന അന്ന് കർത്താവ് എന്ത് ചെയ്യും? 2 കാര്യങ്ങൾ. ഒന്ന്, ഇരുട്ടത്തിരിക്കുന്നത് വെളിച്ചത്താക്കും. 2, ഹൃദയത്തിൻ്റെ ആലോചനകളെ വെളിപ്പെടുത്തും. ഇതെല്ലാം രഹസ്യങ്ങളാണ്. ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ലാത്തതാണ്. നമ്മുടെ രഹസ്യങ്ങൾ കുറേയേറെ സാത്താൻ അറിയാം കേട്ടോ. നമ്മുടെ രഹസ്യങ്ങൾ ഒത്തിരിയൊക്കെ സാത്താൻ അറിയാം. പക്ഷെ എല്ലാം അറിയത്തില്ല. കാരണം അവൻ സർവജ്ഞാനി അല്ല. നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെയോ, നമ്മളിപ്പോൾ ഇവിടെ വായിച്ചതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ആലോചനകളെ, ഹൃദയത്തിൻ്റെ ആലോചനകളെ ഒന്നും അറിയാനുള്ള കഴിവ്, ജ്ഞാനം സാത്താനില്ല. കാരണം അവൻ സർവജ്ഞാനിയല്ല. അപ്പൊ സാത്താന് പോലും അറിയാത്ത പല രഹസ്യങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടെന്നായി പറഞ്ഞത്. പക്ഷേ അന്ന് ന്യായവിധി നാളിൽ, ഏത് ന്യായവിധിയുമാകട്ടെ, ദൈവം അതാത് വ്യക്തികളുടെ, കാടടച്ചല്ല, ഓരോ വ്യക്തികളുടെ, വ്യക്തിപരമായി ഓരോരുത്തരുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തും. അത് മനസ്സിൻ്റെ ആലോചനകളായി, ചെയ്ത, പറഞ്ഞ, കാട്ടിക്കൂട്ടിയ കാര്യങ്ങളായി എല്ലാം. രണ്ടാമത്തെ രീതി, സെക്കൻഡ് പ്രൊസീജിയർ, ജഡ്ജിങ് ദ റിവീൽഡ് തിങ്സ്. വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ വിധിക്കുക. വെളിപ്പെട്ട കാര്യങ്ങളെ വിധിക്കുക. ജഡ്ജിങ്, അതർവൈസ് ഇവാലുവേറ്റിംഗ്. ജഡ്ജിങ് എന്നതിൻ്റെ, ജഡ്ജിങ് അല്ലെങ്കിൽ ഇവിടെ വിധിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വിലയിരുത്തുക എന്ന് തന്നെയാണ്. ജഡ്ജിങ് ദ റിവീൽഡ് തിങ്സ്. ഇപ്പം ഈ രഹസ്യങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും വെളിപ്പെടുത്തി. അങ്ങനെ വെളിപ്പെട്ട കാര്യങ്ങൾ
ദൈവത്തിന്റെ നിയമത്തിനനുസരിച്ച്, ദൈവിക പ്രമാണങ്ങളുടെ മുമ്പിൽ how worth or unworth they were or they are. Okay, revealing or evaluating or exposing or judging how these were worth or unworth before God's law. ദൈവത്തിൻ്റെ വ്യവസ്ഥകളുടെ മുമ്പിൽ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ വെച്ച്, ദൈവത്തിൻ്റെ വചനം വച്ച് ഈ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ യോഗ്യമോ അയോഗ്യമോ, എന്താണ് ഇവയോടുള്ള ദൈവത്തിൻ്റെ നിലപാട്, അതാണ് നാം 2 കൊരിന്ത്യർ 5:10 ഇപ്പോൾ എഴുതിയായിരുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകും. എന്തിനാ? 2 കാര്യങ്ങൾ അവിടെ പറയുന്നത്. ഒന്ന്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതോ തീയതോ എന്ന് പരിശോധിക്കപ്പെടുക. ഇതാണ് രണ്ടാമത്തെ രീതി. ഇപ്പോൾ രഹസ്യങ്ങളെ വെളിപ്പെടുത്തിയാലും ഇതിനോടകം തന്നെ പരസ്യമായിട്ടുള്ള കാര്യങ്ങളായാലും വെളിപ്പെട്ട കാര്യങ്ങളായാലും ദൈവവചനത്തിന് മുമ്പിൽ, ദൈവത്തിൻ്റെ അളവുകോലിന് മുമ്പിൽ കാര്യങ്ങളെ വിലയിരുത്തുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കട്ടളവെപ്പിന് പോയി. കട്ടളവെപ്പ് അറിയാമല്ലോ. I think it is more celebrated among Malayalis when we construct a house. First celebration is earth breaking, then cornerstone, then comes this what do you say, placing the doorposts, കട്ടളവെപ്പ്. പാസ്റ്റർ പ്രാർത്ഥിച്ച് കട്ടളയൊക്കെ വെച്ചു. മേശരിമാര് ഉണ്ടായിരുന്നു, കോൺട്രാക്ടർ ഉണ്ടായിരുന്നു, അവരൊക്കെ കൂടെ എടുത്ത് കട്ടളയൊക്കെ വെച്ചു. വീട്ടുകാരും ഒക്കെ കൂടെ വന്ന് കട്ടലെല്ലാം തൊട്ടു, അനുഗ്രഹിച്ചു. എല്ലാം മാറിക്കഴിഞ്ഞിട്ട് ഈ മേശരിമാരും എല്ലാവരും കൂടെ പ്ലം ലൈൻ അവര് തൂക്കുകെട്ട പിടിച്ചു. ഈ വെച്ച കട്ടളയുടെ മുകളിൽ ആ തൂക്കെട്ട് പിടിച്ചു, അടിവരെ അതിൻ്റെ ആ കട്ട. എന്നിട്ട് മറ്റുള്ളവർ പറഞ്ഞു, അവിടം പൊക്കടാ, ഇവിടം താക്കടാ. മുടിനാരിഴയുടെ വ്യത്യാസം പോലും ഉണ്ടാകാത്ത വിധത്തിൽ അവരത് നിവരെ നിർത്തി. നമ്മുടെ നോട്ടത്തിൽ നേരെയാണെന്ന് തോന്നും. പക്ഷെ ആ പ്ലം ലൈൻ പിടിക്കുമ്പോഴാണ് എത്രമാത്രം ചരിവുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. നേരെ നിർത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് ഏങ്കോണിച്ചാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും കൂടെ നെടുകയും കൂടെ അല്ല കുറുകയും കൂടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. അതേലും ഈ കട്ടളയുടെ എല്ലാ വശങ്ങളും ഒരുപോലെ ആകത്തക്കവണ്ണം. ഇതുപോലെ വെളിപ്പെടുത്തിയ കാര്യങ്ങളെ ദൈവം
തൻ്റെ വചനത്തിൻ്റെ കയറ് പിടിച്ച് ഓരോന്നും എങ്ങനെ ഇരുന്നെന്ന് വെളിപ്പെടുത്തും. വർത്ത് ഓർ അൺവർത്ത്, യോഗ്യമോ അയോഗ്യമോ, ദൈവത്തിൻ്റെ വചനപ്രകാരം നല്ലതോ തീയതോ. സ്തോത്രം. എന്ന് വെച്ചാൽ വിലയിരുത്തലാണ്. ഒരു കോടതിയിൽ ഒരാൾ കുറ്റം ചെയ്തു, കൊല ചെയ്തു, നിനക്ക് തൂക്കുകയർ, ഇങ്ങനെ പറഞ്ഞു വിടുകയൊന്നുമല്ല. എത്ര വലിയ കുറ്റവാളിയായാലും അവന്റെ കുറ്റത്തെ തെളിയിച്ചു കൊടുക്കേണ്ട കടമ കോടതിക്കുണ്ട്. അതിനാണ് പ്രോസിക്യൂഷൻ. കുറ്റപത്രം സമർപ്പിക്കുക. ഇപ്പൊ കുറ്റപത്രം സമർപ്പിച്ച കുറ്റം തെളിയിക്കപ്പെടണം. അതാണ് രണ്ടാമത്തെ ഘടകം. തെളിയിക്കുന്നു ഒന്നാം ഭാഗം. രണ്ടാമത്തെ ഘടകം, ആ തെളിയിച്ചത് ഓരോന്നും ദൈവത്തിൻ്റെ വ്യവസ്ഥ വെച്ച് എന്തിനാണ് അർഹമായിട്ടുള്ളത്, ശിക്ഷയ്ക്കാണോ രക്ഷയ്ക്കാണോ അർഹം എന്ന് തെളിയിക്കുക. മനസ്സിലായല്ലോ? മൂന്നാമത്തേത്, അങ്ങനെ തെളിയിച്ച് കഴിഞ്ഞിട്ട് വാദവും പ്രതിവാദവും ഒക്കെ അവിടെ കൊണ്ട് തീരും. മൂന്നാമത്തേതാണ് പ്രൊനൗൺസിങ് ദ സെന്റൻസ് ഓർ സെന്റൻസിങ് ദ വേർഡിക്റ്റ്. വിധി പ്രസ്താവമാണ് മൂന്നാമത്തേത്. വളരെ ലളിതമായി മൂന്ന് പടികളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വിധി പ്രസ്താവിക്കുക. അതാണ് നമ്മൾ 2 കൊരിന്ത്യർ 5:10 രണ്ടാം ഭാഗം. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് വിധി പ്രസ്താവ. അപ്പം ഇത് നല്ലതായിരുന്നോ തീയതായിരുന്നോ എന്ന് പറഞ്ഞിട്ട് തെളിയിക്കുക. ഇത് തീയതായിരുന്നു, ദൈവത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് ഇത് തെറ്റായിരുന്നു. എന്തായിരുന്നു തെറ്റ്? എന്നിട്ട് അത് കുറ്റവാളി സമ്മതിക്കുന്നു, പ്രതിവാദം പറവാനില്ല. ശരി, എങ്കിൽ ഇതിനുള്ള ശിക്ഷ എന്തെന്ന് പ്രസ്താവിക്കുക. ശിക്ഷയുടെ പ്രസ്താവമാണിത്. ഈ 3 രീതികളാണ് എല്ലാ ന്യായവിധികളിലും അനുവർത്തിക്കപ്പെടുക. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുക, വെളിപ്പെടുത്തിയവയെ ദൈവ പ്രമാണം വെച്ച്, സ്രഷ്ടാവിൻ്റെ പ്രമാണം വെച്ച് വിധിക്കുക. 3, സ്രഷ്ടാവിൻ്റെ പ്രമാണം വെച്ച് തക്കതായ ശിക്ഷ പ്രഖ്യാപിക്കുക, വിധി പ്രസ്താവിക്കുക. അന്നേരം ചിലർക്കൊക്കെ പുകഴ്ച, ചിലർക്കൊക്കെ ഇകഴ്ച, ചിലർക്ക് ലാഭം, ചിലർക്ക് നഷ്ടം, ചിലർക്ക് ദൈവത്തോട് കൂടെ വസിക്കാൻ, ചിലർക്ക് നിത്യ നരകത്തിലേക്ക് പോകാൻ. ഇല്ലാത്ത ന്യായവിധിയെ പറ്റിയല്ലേ പറയുന്നത്? എന്തോ? ശുദ്ധന്മാരുടെ ന്യായവിധി എന്ന് പറയുമ്പോൾ ശിക്ഷയില്ലാത്ത കാര്യമല്ലേ? അതെ, വിശുദ്ധന്മാരുടേതിന് ശിക്ഷ വേണ്ട, പ്രതിഫലം എന്താണെന്ന് പറയുക. ഇതിന് നീ ചെയ്ത ഇന്നതിന് എന്തുകൊണ്ട് പ്രതിഫലമില്ല എന്ന് പറയുക. അപ്പോൾ ഓരോന്നിനും അനുസരിച്ചുള്ള വിധി എന്ത്? വിശുദ്ധന്മാരുടെ ആയാലും അശുദ്ധന്മാരുടെ ആയാലും ന്യായവിധിയുടെ തത്വം ഇതാണ്. എക്സ്പോസിംഗ് ദ സീക്രട്സ്. രണ്ടാമത്തേത് ജഡ്ജിങ് ദ റിവേൾ തിങ്സ്. മൂന്നാമത്തേത് പ്രൊനൗൺസിങ് ദ ജഡ്ജ്മെന്റ് ഓർ സെന്റൻസ്. ഇതേ വിഷയം വിശുദ്ധന്മാരുടെ വിഷയത്തിൽ ചെയ്യുമ്പോൾ, വിശുദ്ധന്മാരുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആക്ച്വലി 2 കൊരിന്ത്യർ 5:10. അവിടെ
പൗലോസ് ഉൾപ്പെടെയുള്ള നാം എല്ലാവരും എന്നാ പറയുന്നത്. അവിടെ കർത്താവ് ഈ വിധത്തിൽ വിധിക്കുമ്പോൾ നമ്മൾ ചിലപ്പം വലിയ വമ്പൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും പോയേക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ യാത്ര പോകുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിലും ആവുന്നിടത്തോളം നമ്മുടെ ക്ലാസ് മുടക്കാറില്ല. അതിന് നിങ്ങളിൽ ചിലരൊക്കെ എന്നെ അഭിനന്ദിക്കാറുണ്ട്. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖമാണ്. അത് വീണ്ടും കേൾക്കാൻ വേണ്ടി ഞാൻ പിന്നെയും ക്ലാസ് മുടക്കാതെ എങ്ങനെങ്കിലുമൊക്കെ ക്ലാസ് നടത്താൻ ശ്രമിക്കും. അതിനനുസരിച്ച് നിങ്ങൾ എന്നെ പുറത്ത് വീണ്ടും തട്ടും. ഇത്രേ നിങ്ങൾക്കറിയാവും. പക്ഷേ കർത്താവ് ഈ കാര്യമൊക്കെ നിങ്ങൾ വെളിപ്പെടുത്തും. എടാ മോനെ, നീ ഇങ്ങനെയൊക്കെ ചെയ്തു, ശരിയാ, പക്ഷെ നീ എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാ ചെയ്തത്? ഓരോ ക്ലാസ്സിനും ഫീസ് മേടിക്കാൻ വേണ്ടിയാണോ? ഓരോ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പം നിന്നെ പൊക്കി പറയുന്നത് കേൾക്കാൻ നിനക്കൊരു സുഖം ഉണ്ടായിരുന്നു. അപ്പൊ നിന്നെക്കുറിച്ച് നല്ലത് കേൾക്കാനുള്ള ആഗ്രഹത്തോടുകൂടെ നീ ചെയ്തതാ. നീ ചെയ്തു, സംഭവം ശരിയാ. നീ ഒത്തിരി കഷ്ടപ്പെട്ടു. വഴി നിന്നുകൊണ്ട്, വിരുന്ന് പോയിടത്ത്, കല്യാണത്തിന് പോയിടത്തുനിന്ന് ഊണ് കഴിക്കാതെ ഇറങ്ങി വന്ന് നീ ക്ലാസ്സൊക്കെ നടത്തി, ദൈവജനമൊക്കെ പ്രസംഗിച്ചു, ഒക്കെ ശരിയാ. പക്ഷെ എന്തിനു വേണ്ടിയായിരുന്നു? നിന്നെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ നിനക്കൊരു സുഖം. അത് ഐസ്ക്രീമും എന്ന് വേണ്ട കുറേയേറെ ഡെസേർട്ടുകളും ഒക്കെ ചേർത്ത് മട്ടണും ചിക്കനും ഒക്കെ കൂടെ ചേർത്തുള്ള ഭയങ്കര ഒരു ഊണിനേക്കാൾ നിനക്ക് രുചികരമായിരുന്നു നിന്നെക്കുറിച്ച് പൊക്കി പറയുന്നത് കേൾക്കാൻ. നീ അതുകൊണ്ട് ആ ഊണ് വേണ്ടെന്ന് വെച്ചു. കല്യാണത്തിന് പോയി വിളിച്ചവര് തന്ന കൈമുടക്കും മേടിച്ചുകൊണ്ട് നീ ഊണ് കഴിക്കാതെ ഇങ്ങ് വന്നിരുന്നു. അത്രയല്ലേ ഉള്ളൂ. നിനക്ക് ആ ഊണിനേക്കാൾ സുഖമായിരുന്നു പുകഴ്ച. അതുകൊണ്ട് നീ ഈ ചെയ്തത് ദൈവത്തിന്റെ നീതിയുള്ള വ്യവസ്ഥ പ്രകാരം പ്രതിഫലത്തിന് യോഗ്യമോ അല്ലയോ? അല്ല. ആ പ്രവൃത്തി വെന്തുപോകുന്നു എന്നാണ്. വെന്തുപോകും, അത് വെന്തുപോകും. അതുകൊണ്ട് നിനക്ക് പ്രതിഫലം ഇല്ല. പ്രതിഫലം ഇല്ല. അപ്പം വിശുദ്ധന്മാരുടെ കേസിലായാലും അശുദ്ധന്മാരുടേതായാലും തത്വം ഇത് തന്നെ. എക്സ്പോസിങ്, വെളിപ്പെടുത്തുക. എന്നിട്ട് കാര്യം എങ്ങനെയൊക്കെ ആയിരുന്നെന്ന് വിധിക്കുക. ഒടുവിൽ അന്തിമ വിധി പ്രസ്താവിക്കുക. മറ്റെന്തെങ്കിലും? മറ്റൊന്നുമില്ലെങ്കിൽ നമുക്കിന്ന് ഇവിടെ നിർത്താം. ഇങ്ങനെ മുഖപക്ഷം കൂടാതെ ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുന്നവനെയാണ് നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കാം. ആരുടെയും മുഖം നോക്കുന്നില്ല. നമ്മുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് ലജ്ജിപ്പാൻ, തലകുനിപ്പാൻ ഇടയാകാതിരിക്കട്ടെ. നമ്മുടെ കാര്യങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് പുകഴ്ച ലഭിക്കട്ടെ, കർത്താവിങ്കിൽ നിന്ന്, മനുഷ്യരിൽ നിന്നല്ല. നമുക്ക് പൂർണ്ണമായും ഒരു നഷ്ടവും കൂടാതെ നിത്യതയിൽ പ്രവേശിക്കുന്നതിന് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.